ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് ഐഡിയാസ്. ഇന്ന് ഞാൻ ബിസ്ക്കറ്റ് വെച്ച് ഒരു പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഞാൻ 2020 ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്, ബട്ടർ കുക്കീസ്. അത് ഞാൻ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട്. 3 ഏലക്കായ, ഒരു മുട്ട, പഞ്ചസാര, പാല്, ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചൂടായ ചട്ടിയിലേക്ക് ഒരു 4 സ്പൂണ് പഞ്ചസാര അതിലേക്ക് ഇടുക. 4 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കണം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. വെള്ളം ഒഴിക്കാതെ നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി ബ്രൗൺ നിറമാക്കി എടുക്കണം. പഞ്ചസാര സിറപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബ്രൗൺ നിറമാകുന്നത് വരെ നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. പഞ്ചസാര സിറപ്പ് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആണോ നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്നത്, ആ പാത്രം നമ്മൾ എടുക്കുക. അതിലേക്ക് ഈ പഞ്ചസാര സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. പഞ്ചസാര സിറപ്പ് എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. പാത്രത്തിൻ്റെ മൊത്തം ഭാഗത്ത് ഈ പഞ്ചസാര സിറപ്പ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു ഗ്ലാസ് പാലും ഒഴിച്ചു കൊടുക്കുക. 3 ഏലക്കായും ഇട്ട് കൊടുക്കുക. ഏലക്കായ ഇല്ലെങ്കിൽ വാനില എസൻസ് ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ വാനില എസൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഏലക്കായ ഇട്ട് കൊടുക്കുന്നത്. എന്നാൽ മുട്ടയുടെ ആ മണമൊന്നും ഉണ്ടാവില്ല. ഇതെല്ലാം കൂടി കൂട്ടി മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. നമ്മളെല്ലാതും കൂടി അടിച്ചിട്ടുണ്ട്. ഇനി ബിസ്ക്കറ്റിൻ്റെ പൊടി എടുക്കുക. എന്നിട്ട് അതിലേക്ക് അടിച്ച് വെച്ച പാലും മുട്ടയൊക്കെ ഒഴിക്കുക. ഒരു സ്പൂണ് വെച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പാത്രത്തിലാണോ നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്നത്, ആ പാത്രത്തിലേക്ക് നമുക്ക് ഈ മിക്സൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാരേൻ്റെ സിറപ്പ് നമ്മൾ ആ പാത്രത്തിൽ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ സിറപ്പ് ഒഴിക്കണം. ഇല്ലെങ്കിൽ അത് കട്ട പിടിക്കും. ചൂടാറുന്നതിന് മുൻപ് തന്നെ ആ സിറപ്പ് അതിലൊഴിക്കണം, അല്ലെങ്കിൽ അത് കട്ട പിടിക്കും. ചെമ്പിലാണ് നമ്മൾ പുഡിങ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ടൊരു തട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. തട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മുടെ പുഡിങ് വെച്ച് കൊടുക്കുക. ഇതിൽ വെള്ളം കയറാതിരിക്കാൻ വേണ്ടി, ആവിയൊന്നും ഇതിൻ്റെ ഉള്ളിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് നമ്മൾ മൂടി വയ്ക്കണം. എന്നിട്ട് ഇതിലിട്ട് ഒന്ന് വേവിച്ച് എടുക്കുക. ഇതിൽ വെച്ച പുഡിങ് വെന്തിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് നമുക്ക് വയ്ക്കാം. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ പുഡിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട്. പഞ്ചസാര സിറപ്പൊക്കെ ഒഴിച്ചതുകൊണ്ട് ആ മുകൾ ഭാഗത്ത് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഭംഗിക്ക് വേണ്ടി അണ്ടിപ്പരിപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് വെച്ചാൽ മതി. ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.